വി.എസ്. അച്യുതാനന്ദനും മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മ പുരസ്കാരങ്ങൾ. മരണാനന്തര ബഹുമതിയായിട്ടാണ് വി.എസിന് പത്മവിഭൂഷൺ. ജസ്റ്റിസ് കെ.ടി. തോമസും പത്മവിഭൂഷൺ അർഹനായി. പത്മഭൂഷൺ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മമ്മൂട്ടി പ്രതികരിച്ചു. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഈ പുരസ്കാരത്തിൽ ഏറ്റവും തിളങ്ങുന്നത് മലയാളത്തിൽ നിന്നുള്ളവർ തന്നെയാണ്, കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മരണാനന്തര ബഹുമതിയായി വി.എസിന് പത്മവിഭൂഷൺ ലഭിച്ചു എന്നത് തന്നെയാണ്. മറ്റാരൊക്കെയാണ് ഈ പുരസ്കാര നേട്ടത്തിന് അർഹരായത്? ദിവ്യ, പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയിരിക്കുന്ന 5 പേരിൽ 3 പേരും മലയാളികളാണ് എന്നുള്ളതാണ് കേരളത്തിന് ഏറെ അഭിമാനകരമായിട്ടുള്ള വസ്തുത. അതിൽ മരണാനന്തര ബഹുമതിയായിട്ടാണ് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത്. ഇതുകൂടാതെ മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായിട്ടുള്ള കെ.ടി. തോമസിന് അദ്ദേഹം നേരത്തെ മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള തമിഴ്നാടും കേരളവും ഉൾപ്പെടുന്ന സമിതിയിലെ അംഗം കൂടിയായിരുന്നു, കേരളത്തിലെ അംഗമായിരുന്നു, അദ്ദേഹത്തിന് കൂടി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ സംഘപരിവാർ നേതാവും ജന്മഭൂമിയുടെ മുൻ പത്രാധിപരും കൂടിയായിട്ടുള്ള പി നാരായണന് കൂടി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയാണ്. ഇതുകൂടാതെ പത്മഭൂഷൺ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ 2 മലയാളികളാണുള്ളത്. ഈ പ്രതിഭകൾ 2 പേർ, ഒന്ന് മഹാനടൻ മമ്മൂട്ടിയും രണ്ടാമത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമാണ് കിട്ടിയിരിക്കുന്നത്. ഇതുകൂടാതെ പത്മശ്രീ പുരസ്കാരത്തിൽ 3 പേർ മലയാളികളുണ്ട്. അതിൽ E.A. മുത്തുനായകം, A.E. മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, G. ദേവകിയമ്മ എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇപ്പോൾ അശോക ചക്ര കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബഹിരാകാശ നിലയത്തിലെ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരനും രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയായ ഇന്ത്യക്കാരൻ കൂടിയായ ശുഭാംശു ശുക്ലയ്ക്ക് ഇപ്പോൾ അശോക ചക്ര പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും സുമോദ്, ഈ പുരസ്കാര നേട്ടത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ പത്മ പുരസ്കാരം തന്നെയായിരിക്കില്ലേ? ഈ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിൽ ഈ പത്മ പുരസ്കാരം താൻ സ്വീകരിക്കില്ല, അത് ഒരു പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതാണ്, അങ്ങനെ ലഭിക്കുന്ന ഒരു പുരസ്കാരമാണ് എന്ന കാര്യത്തിൽ തള്ളിപ്പറഞ്ഞതായിരുന്നു. കാര്യം BJPയോട് ചേർന്ന് നിന്നുകൊണ്ട് അതുകൊണ്ട് ഇനി പത്മഭൂഷൺ അങ്ങയെ തേടി വരില്ല എന്നുള്ള ഒരു മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിനായിരുന്നു അദ്ദേഹം ഈ തരത്തിലുള്ള ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് ഈ പത്മഭൂഷൺ പുരസ്കാരം അത് രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിൽ 3ാമത്തെ പുരസ്കാരമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന്റെ സമീപകാല പ്രസ്താവനകൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന, സമൂഹത്തെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന, പൊതുരംഗത്തെ കർമ്മശേഷി കണക്കിലെടുത്ത് അവരുടെ ഒരു സംഭാവനകൾ, പൊതുരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് സാധാരണ ഈ പത്മവിഭൂഷണും ഉൾപ്പെടെയുള്ള ഈ പത്മശ്രീ ഉൾപ്പെടെയുള്ളവ നൽകുന്നത്. നേരത്തെ ഇതുപോലെ ഈ BJPയോട് ചേർന്ന് നിന്നെങ്കിൽ പോലും മെട്രോമാൻ ഉൾപ്പെടെയുള്ളവർക്ക്, ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർക്ക് പത്മഭൂഷൺ നൽകിയിരുന്നു. പക്ഷേ അന്നൊന്നും ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് യാതൊരുവിധ അസ്വസ്ഥയും തോന്നിയിരുന്നില്ല. പക്ഷേ പലപ്പോഴും വിദ്വേഷ പ്രസ്താവനകൾ നടത്തുകയും അത് തിരുത്താതിരിക്കുകയും ചെയ്തിരുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്ക് പത്മഭൂഷൺ നൽകിയതാണ് ഇപ്പോൾ ഇതിനകം തന്നെ ഒരു അസ്വസ്ഥത വിവിധ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നത്. കടുത്ത വിമർശനം തന്നെയാണ് പല മേഖലകളിൽ നിന്നും ഉയരുന്നത്. ബഹിരാകാശ മേഖലയിലെ സംഭാവനകൾക്കാണോ ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര പുരസ്കാരം നൽകിയത്? ശുഭാംശു ശുക്ല നേരത്തെ ഈ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ബഹിരാകാശ സഞ്ചാരികളിൽ 2ാമതെത്തുന്ന ഒരു സഞ്ചാരി കൂടിയായിരുന്നു, ഇന്ത്യക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം ഇവിടെ എത്തുകയും പാർലമെന്റിന്റെ 2 സഭകളിലും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഏറ്റവും വലിയ ഒരു നേട്ടം, ഇന്ത്യക്കാരുടെ ഒരു അഭിമാന, ഒരു താരം എന്ന രീതിയിൽ തന്നെയാണ് അന്ന് പാർലമെന്റ് അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള സംഭാവനകൾ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ അശോക ചക്ര നൽകി രാജ്യം ആദരിക്കുന്നത്. ശരി, എന്തായാലും പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ നടൻ മമ്മൂട്ടിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചതാണ്. ഈ പത്മവിഭൂഷൺ പുരസ്കാരത്തിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് മമ്മൂട്ടിയുടെ പ്രതികരണം. പത്മഭൂഷൺ എന്താ പറയാനുള്ളത്? രാജ്യം നൽകി ആദരിച്ചിരിക്കുന്നു. 2024 ചലച്ചിത്ര അവാർഡ്
വിതരണം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടായിരുന്നു. ആ വേദിയിലേക്ക് എത്തിയപ്പോഴായിരുന്നു നടൻ മമ്മൂട്ടിയുടെ പ്രതികരണം.